ഇവിടെ എത്ര വർക്ക് അല്ലെങ്കിൽ പവർ കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഈ റെഫ്രിജറേറ്ററിൽ ഇത്രമാത്രം ഹീറ്റിനെ പമ്പ് ഔട്ട് ചെയ്യണമെങ്കിൽ എത്ര വർക്ക് കൊടുക്കും. ഹീറ്റ് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്ത് കൊടുക്കണം? 0.5 കിലോവാട്ട് ഓഫ് ഹീറ്റ് ആണ് ഈ ലോ ടെമ്പറേച്ചറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റീപ്ലേസ് ചെയ്യേണ്ടത് അല്ലെ. അത്രയും ഹൈ. വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ കഴിഞ്ഞ സെഷനുകളിലായി നമ്മൾ RRB SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ പ്രീവിയസ് ഇയറിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയി തന്നെ മറ്റു കുറച്ച് കൺസെപ്റ്റ്സുകളും ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. An ideal refrigerator maintains at a temperature of -23 degrees Celsius when placed inside a room at 27 degrees Celsius. Heat infiltration refrigerator is 0.5 kilojoule per second. Then the power required to pump the heat out is. അപ്പോൾ നമുക്കിവിടെ റെഫ്രിജറേറ്റർ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ക്ലോഷർ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഡിവൈസ് ആണ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് അല്ലെ. ആ റെഫ്രിജറേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് SSC ജൂനിയർ എഞ്ചിനീയർ 2019 ഷിഫ്റ്റ് 2 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ ക്ലോഷർ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് റെഫ്രിജറേറ്റർ അല്ലെ. ക്ലോഷർ സ്റ്റേറ്റ്മെന്റിൽ എന്താ നമ്മൾ മനസ്സിലാക്കിയ കൺസെപ്റ്റ്? ഹീറ്റ് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്ത് കൊടുക്കണം? വർക്ക് കൊടുക്കണം. സോ നമുക്ക് ഒരു ലോ ടെമ്പറേച്ചർ റിസർവയർ, ഹൈ ടെമ്പറേച്ചർ റിസർവയർ അല്ലെ. ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ആയിട്ട് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുകയാണ്. റെഫ്രിജറേറ്ററിന്റെ കേസിൽ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്കാണ്. അങ്ങനെ ഹീറ്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്ത് കൊടുക്കണം? വർക്ക് ഇൻപുട്ട് കൊടുക്കണം. ഓക്കെ ആണ്. സോ ഈ ലോ ടെമ്പറേച്ചർ നമുക്ക് ഓൾറെഡി പറയുന്നുണ്ട്, ഇത് ഒരു ഐഡിയൽ റെഫ്രിജറേറ്റർ ആണ്. എന്താണ് ഐഡിയൽ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ? ദാറ്റ് റെഫ്രിജറേറ്റർ ഷുഡ് ഓപ്പറേറ്റ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന റെഫ്രിജറേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ആ റെഫ്രിജറേറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും അല്ലെ. റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്ന റെഫ്രിജറേറ്റർ ആയതുകൊണ്ട് തന്നെ അതിന്റെ COP മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ലോ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ലോ ടെമ്പറേച്ചർ എത്രയാ? -23 ഡിഗ്രി സെൽഷ്യസ്. -23 എന്ന് പറയുമ്പോൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 250 കെൽവിൻ എന്ന് കിട്ടും. ഹൈ ടെമ്പറേച്ചർ എത്രയാ? റൂം ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് ഹൈ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്, അതായത് 300 കെൽവിൻ. ഓക്കെ, അപ്പൊ ഈ 250 കെൽവിൻ ടെമ്പറേച്ചറിൽ നിന്ന് 250 കെൽവിൻ ടെമ്പറേച്ചറിൽ നിന്ന് 300 കെൽവിൻ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ഈ റെഫ്രിജറേറ്ററിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ഇവിടെ എത്ര വർക്ക് അല്ലെങ്കിൽ പവർ കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഈ റെഫ്രിജറേറ്ററിൽ ഇത്രമാത്രം ഹീറ്റിനെ പമ്പ് ഔട്ട് ചെയ്യണമെങ്കിൽ എത്ര വർക്ക് കൊടുക്കും? ഓക്കെ അല്ലെ. സോ നമുക്കിവിടെ 2 ടെമ്പറേച്ചറുകൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ഡേറ്റ ആയിട്ട് തന്നിട്ടുണ്ട്. മാത്രവുമല്ല ഈ റെഫ്രിജറേറ്റർ ഐഡിയൽ ആണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ റെഫ്രിജറേറ്ററിന്റെ COP എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. നമ്മുടെ റെഫ്രിജറേറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് മാക്സിമം ആയിരിക്കും. മാക്സിമം COP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് പഠിച്ചിരിക്കുന്നത്? ലോ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ. ഇതല്ലേ മാക്സിമം COP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, which is equal to ലോ ടെമ്പറേച്ചർ എത്രയാ? 250 ഡിവൈഡഡ് ബൈ 300 മൈനസ് 250. എത്ര കിട്ടും? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 250 by 50 വരും അല്ലെ. 250 by 50. സോ ആൻസർ നമുക്ക് 5 എന്ന് കിട്ടും. അതായത് ഈ ഒരു ഐഡിയൽ റെഫ്രിജറേറ്ററിന്റെ മാക്സിമം COP എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പൊ ഈ മാക്സിമം COPയും നമ്മുടെ റെഫ്രിജറേറ്ററിന്റെ ആക്ച്വൽ COPയും എന്താ? സെയിം ആണ്. നമ്മുടെ റെഫ്രിജറേറ്ററിന്റെ ആക്ച്വൽ COPയും സെയിം ആണ്. ആക്ച്വൽ COP കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട്. ഇതല്ലേ നമ്മുടെ COP, ആക്ച്വൽ COP. അപ്പൊ അത് നമുക്ക് ഓൾറെഡി ഐഡിയൽ ആയതുകൊണ്ട് ഇത് എന്താണ്? 5 തന്നെയാണ്. സോ 5 is equal to refrigerating effect divided by work input. So work input is equal to refrigerating effect എത്രയാ പറഞ്ഞിരിക്കുന്നത്? heat infiltration refrigerator is 0.5 kilojoule per second. അപ്പോൾ ഈ ലോ ടെമ്പറേച്ചർ റിസർവയറിൽ നിന്ന് ഈ റെഫ്രിജറേറ്റർ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഹീറ്റ് അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ റിസർവയറിൽ നിന്ന് 0.5 കിലോജൂൾ പെർ സെക്കൻഡ്. കിലോജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് തന്നെയാണ്. അപ്പൊ 0.5 കിലോ വാട്ട് ഓഫ് ഹീറ്റ് ആണ് ഈ ലോ ടെമ്പറേച്ചറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റീപ്ലേസ് ചെയ്യേണ്ടത് അല്ലെ. അത്രയും ഹീറ്റ് ഈ ലോ ടെമ്പറേച്ചറിൽ നമുക്ക്
റിമൂവ് ചെയ്യണം. അപ്പൊ അവിടുത്തെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് 0.5 തന്നെയാണ്. ബൈ എന്ത് വരും 5. സോ വർക്ക് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 0.1 കിലോവാട്ട് എന്ന് 0.1 കിലോവാട്ട്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അല്ലെ. അപ്പോൾ നമ്മൾ ഈ റെഫ്രിജറേറ്ററിലേക്ക് 0.1 കിലോവാട്ട് പവർ സപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടുന്ന് കൊടുക്കുന്ന ഹീറ്റിനെ ഇവിടുന്ന് പമ്പ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, സോ റെഫ്രിജറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് RRB JEE, SSC JEE പോലെയുള്ള എക്സാമ്പിൾക്കൊക്കെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ മാക്സിമം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ റെഫ്രിജറേറ്ററിന്റെ കേസാണ് ചെയ്തത്, ഇതേ കേസ് ഹീറ്റ് പമ്പിന് ചോദിക്കാം, ഹീറ്റ് എഞ്ചിന്റെ തെർമൽ എഫിഷ്യൻസി കൺസെപ്റ്റ് വെച്ച് ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പോകുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. In a tool life test, doubling the cutting speed reduces the tool life to 1/8 of the original. Then the Taylor's tool life index is. നമുക്ക് RRB ജൂനിയർ എഞ്ചിനീയർ 2009 ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പൊ അവിടെ ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് അവിടെ വന്നത്. അപ്പൊ പറഞ്ഞിരിക്കുന്നത് കട്ടിംഗ് സ്പീഡ് എന്ത് ചെയ്തു, നമ്മൾ ഡബിൾ ചെയ്തു. ആ കട്ടിംഗ് സ്പീഡ് ഡബിൾ ചെയ്തപ്പോൾ ടൂൾ ലൈഫ് എന്തായി, ഒറിജിനൽ വാല്യൂന്റെ 1/8 ആയി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇൻഡെക്സ്, അതായത് എന്നിന്റെ വാല്യൂ, നമ്മൾ ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ പഠിക്കുന്നത് എന്താ, ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ VT raised n is equal to constant അല്ലെ, where V is the cutting velocity, T is the tool life and N is the Taylor's tool life index. അപ്പൊ VT raised to n എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. നമുക്കിവിടെ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, V1 T1 raised to n is equal to V2 T2 raised to n. ഓക്കെ ആണ്. സോ ഇവിടെ പറയുന്നുണ്ട് പിന്നെ ടൂൾ ലൈഫ് ടെസ്റ്റ് ഡബിളിംഗ് ദ കട്ടിംഗ് സ്പീഡ്. അപ്പോ ഫൈനൽ കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കട്ടിംഗ് സ്പീഡിന്റെ ഡബിൾ ആണ്. സോ V2 ഈക്വൽ ടു 2V1 ആണ്. അതേപോലെ ടൂൾ ലൈഫ് എന്തായി, 1/8 ഓഫ് ദ ഒറിജിനൽ. അപ്പൊ ടൂൾ ലൈഫ്, ഫൈനൽ ടൂൾ ലൈഫ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ടൂൾ ലൈഫിന്റെ എന്താണ്, 1/8 ആണ്. T2 ഈക്വൽ ടു T1/8. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 T1 raised to n ഈക്വൽ ടു V2 T2 raised to n അല്ലേ. സോ നമുക്ക് V2/V1 is equal to എന്ത് വരും, T1/T2 the whole raised to n. ഓക്കെ, V2 എന്ന് പറയുന്നത് 2V1 ആണ് അല്ലെ. സോ V2 is equal to എന്താണ്, 2V1. സോ 2V1/V1 is equal to T1. T2 എന്താണ്, T1/8 ആണ്. സോ T1/T2 വരും, T1/8 കൊടുത്തു കഴിഞ്ഞാൽ 8 ന്യൂമറേറ്റർ വരും. സോ 8 raised to n. സോ നമുക്ക് എന്ത് കിട്ടി, 2 is equal to 8 raised to n എന്ന് കിട്ടി, n എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? ഇവിടെ നമുക്ക് T2 ന് എന്തെന്ന് കൊടുക്കാം, T1/8 എന്ന് കൊടുക്കാം. സോ T1/T1/8 അതെന്താണ്, 8 തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ 8 എനിക്ക് എങ്ങനെ എഴുതാണ്, 2 ക്യൂബ് എന്ന് എഴുതിക്കൂടെ. സോ 2 ക്യൂബ് the whole raised to n അല്ലേ. സോ 2 is equal to 2 raised to 3n. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 3n is equal to എന്തെന്ന് എഴുതാം, 1 എന്ന് എഴുതാം. സോ n is equal to 1/3. ഓപ്ഷൻ B is the right answer. ക്ലിയർ ആണോ? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. VT raised to n equal to constant. So V1 T1 raised to n equal to V2 T2 raised to n. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ അവർ ഇതേപോലെ വെലോസിറ്റി n കോൺസ്റ്റന്റ് ആണ്, അപ്പൊ V1 അപ്പൊ ഒന്നുകിൽ അവർക്ക് ഇതേപോലെ വെലോസിറ്റി എന്താണ്, വെലോസിറ്റിയുടെ കണ്ടീഷൻ തരാം, എന്നിട്ട് ടൂൾ ലൈഫ് എത്രമാത്രം ചേഞ്ച് ചെയ്തു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ രണ്ട് പാരാമീറ്ററിന്റെയും ചേഞ്ച് തന്നിട്ടുണ്ട്, എന്നിട്ട് എന്നിന്റെ വാല്യൂ ചോദിച്ചു. ഓക്കെ ഫൈൻ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ട് ചെയ്തേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ള ചോദ്യമാണ്. ആൻ ഓയിൽ ഹാവിംഗ് കൈനമാറ്റിക് വിസ്കോസിറ്റി 0.25 stops flows through a pipe of 10 centimeter diameter. The flow will be critical as the velocity of about. RRB ജൂനിയർ എഞ്ചിനീയർ 2009 നടന്ന എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നു, ഒരു പൈപ്പിലൂടെ ഒരു ഓയിൽ ഫ്ലോ ചെയ്യുന്നു, ആ ഓയിലിന്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. സോ കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിരിക്കുന്നത് 0.25 സ്റ്റോക്സ് എന്നാണ്. സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് CGS യൂണിറ്റ് ഓഫ് എന്താണ്, കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. നമുക്ക് അവിടെ വെച്ച് തന്നെ SI യൂണിറ്റിലോട്ട് മാറ്റാം. സോ 0.25 × 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അല്ലേ.
കൈനമാറ്റിക് വിസ്കോസിറ്റി നമുക്ക് എഴുതാം. കാരണം 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 10⁴ സ്റ്റോക്സ് ആണ്. നമ്മൾ കൺവേർഷൻ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എന്നിട്ട് പറയുവാണ് ഈ ഓയിൽ ഫ്ലോ ചെയ്യുന്ന പൈപ്പിന്റെ ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണ്, അതായത് 0.1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലോ ക്രിട്ടിക്കൽ ആകുന്ന ടൈമില് അവിടുത്തെ വെലോസിറ്റി എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ക്രിട്ടിക്കൽ ആകുന്ന ടൈമിലുള്ള വെലോസിറ്റി നമുക്കറിയാം. ഫ്ലോ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്നറിയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമെൻഷൻലെസ് നമ്പർ ആണ് റെയ്നോൾഡ്സ് നമ്പർ അല്ലെ. ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് വിച്ച് ദ ഫ്ലോ ചേഞ്ചസ് ഫ്രം ലാമിനാർ ടു ടർബുലന്റ്. ഫ്ലോ ലാമിനാറിൽ നിന്ന് ടർബുലന്റിലേക്ക് മാറുന്ന ആ ഒരു പർട്ടിക്കുലർ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ. ആ വെലോസിറ്റി നമ്മൾ എന്തെന്ന് പറയുന്നു? ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ നമ്മൾ എടുക്കുന്നത് എത്രയാ? 2300. ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ വെച്ചാണ് ഫ്ലോ ലാമിനാറിൽ നിന്ന് ടർബുലന്റിലേക്ക് മാറുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ചെയ്യുന്ന സമയത്ത് റെയ്നോൾഡ്സ് നമ്പർ ഇക്വേഷൻ എന്താ നമുക്കറിയാം? വി ഡി ബൈ ന്യൂ. ഇൻ ടേംസ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി എഴുതുവാണെങ്കിൽ വി ഡി ബൈ ന്യൂ. ഇൻ ടേംസ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി എഴുതുവാണെങ്കിൽ rho vd by mu അല്ലെ, where v is the velocity of fluid, d is the diameter of pipe and nu is the kinematic viscosity. In terms of dynamic viscosity ആണെങ്കിൽ we can use the equation rho vd by mu. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ആയതുകൊണ്ട് നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എഴുതാം 2300 is equal to velocity. വെലോസിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? വെലോസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ വി ഇൻറ്റു എന്തുകൊണ്ടാണ് ഞാൻ റെയ്നോൾഡ്സ് നമ്പർ 2300 കൊടുത്തത്? കാരണം ഈ ക്രിട്ടിക്കൽ ആ വെലോസിറ്റി ചേഞ്ച് ആവുന്ന പോയിന്റിലെ വെലോസിറ്റിയാണ് വേണ്ടത്. അപ്പോ ആ പർട്ടിക്കുലർ റെയ്നോൾഡ്സ് നമ്പറിലാണ് ഫ്ലോ ലാമിനാർ ചെയ്ത് ടർബുലന്റിലോട്ട് പോകുന്നത്. സോ ആ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇൻറ്റു ഡി. ഡിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.1 ഡിവൈഡ് ബൈ ന്യൂ. ന്യൂ എത്രയാ? 0.25 into 10⁻⁻⁴. ഓക്കെ അല്ലേ. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഇത് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ 10⁻⁴ അല്ലെ. 10⁻⁴ 0.25 into 10⁻⁴ അല്ലേ. ഓക്കെ, അപ്പോ വി ഇൻറ്റു 10⁻³ വരും ബൈ 0.25 അല്ലെ. സോ ഇവിടുത്തെ 2 വെട്ടി കളയാം. സോ ഇവിടെ നമുക്ക് എത്ര കിട്ടൂടെ? 23 is equal to 10v by 0.25. Okay അല്ലേ, ക്ലിയർ. സോ v is equal to 23 into 0.25 by 10. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആൻസർ എന്ത് വരും? അപ്രോക്സിമേറ്റ്ലി നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ 23/10 ഒരു 2.3 ആണ്. 2.3 into 0.25. അപ്പൊ എന്തായാലും 2.3 into 0.25 വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു 0.5 ആൻസറിന്റെ അടുത്തോട്ട് പോകാം അല്ലെ. 0.5 മീറ്റർ പെർ സെക്കൻഡ് അപ്രോക്സിമേറ്റ്ലി എടുക്കാം അല്ലെ. 2.3യുടെ 1/4 ടൈംസേ വരത്തുള്ളൂ. അപ്പൊ എന്തായാലും 1.8ഉം 4.6ഉം വരില്ല, 1.5ഉം വരില്ല. സോ നമുക്ക് ആൻസർ ഓപ്ഷൻ എയിലോട്ട് തന്നെ പോകാം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് ആ ക്രിട്ടിക്കൽ വെലോസിറ്റി ആണ് വേണ്ടത്. അതിന് നമുക്ക് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ കൊടുത്ത് പ്രൊസീഡ് ചെയ്തേക്കും. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഒരു 3 ചോദ്യം നമ്മൾ പരിചയപ്പെട്ടു. 3ഉം പ്രീവിയസ് ഇയറിലെ SSC RRB എക്സാമുകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ്. സോ അതിന്റെ കൺസെപ്റ്റുകൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലെ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുകളുമായി നമുക്ക് വീണ്ടും കാണാം. Until then, thank you.